ഹല്ലേലൂയ, ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് റോക്കി സുബിൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നമ്മുടെ ഭാവിയിലേക്ക് വന്നേക്കാവുന്ന ട്രാജഡീസിനെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികളാണ്. കാരണം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനായിട്ട് മുൻകരുതലുകൾ എടുക്കുന്ന വ്യക്തികളാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് എടുക്കും, അതേപോലെ മെഡിക്ലെയിംസ് എടുക്കും, അതുപോലെ ബാങ്കിലോ പൈസകൾ ഡെപ്പോസിറ്റ് ചെയ്യും, ഒരുപാട് സേവിങ്സ് നമ്മൾ കരുതി വെക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കരുതി വെക്കും. ഈ കരുതുന്നത് ഭാവിയിലേക്ക് വേണ്ടിയാണ്. നമുക്കറിയില്ല ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്, പക്ഷേ ഭാവിയിലേക്ക് വേണ്ടിയാണ്. കാരണം ഭാവിയിൽ എന്തെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ നമുക്കൊരു ഞെരുങ്ങിയ അവസ്ഥ വരുത്തുന്ന സാഹചര്യങ്ങളുണ്ടായാൽ ആ സാഹചര്യത്തെ വലിയ പരിക്കുകളില്ലാതെ, സാമ്പത്തികമായിട്ട് വലിയ പരിക്കുകളില്ലാതെ, അല്ലെങ്കിൽ ശാരീരികമായിട്ട് അസുഖങ്ങൾ വന്നാൽ അതിനെ വലിയ മനക്ലേശമില്ലാതെ നേരിടാൻ വേണ്ടിയാണ് നമ്മൾ ഈ എല്ലാ ഡെപ്പോസിറ്റുകളും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഡെപ്പോസിറ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് നമ്മൾ നോക്കുന്നത് സങ്കീർത്തനത്തിൻ്റെ 46-ാം അധ്യായത്തിൻ്റെ 1-ാം വചനമാണ്. വചനം ഇതാണ്: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ആമേൻ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആ വചനം പറയുന്നത് ദൈവം നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവുമാണെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ഉള്ളിലെ ആത്മബലം, ആ ഒരു ഇൻറ്റേർണൽ സ്ട്രെങ്ത്ത് തരുന്നത് ദൈവമാണ്. അതേപോലെ തന്നെ വചനത്തിൽ പറയുന്നുണ്ട്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലൊരു പ്രയാസവും കഷ്ടങ്ങൾ വന്നാൽ അതിനെ നേരിടാനായിട്ട് ഏറ്റവും അടുത്ത തുണയായിട്ട് നിൽക്കുന്നത് ദൈവമാണ്. കാരണം നമ്മുടെ ജീവിതം പല രീതിയിൽ നമ്മൾ ഇൻഷുർ ചെയ്യാനായിട്ടും സെക്യൂർ ചെയ്യാനായിട്ടും നമ്മൾ ശ്രമിക്കും. പക്ഷേ നമുക്കറിയില്ല എന്താണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നതെന്ന്. തീർച്ചയായിട്ടും ഒരു വലിയ പ്രകൃതി ദുരന്തമോ സുനാമിയോ അല്ലെങ്കിൽ വലിയൊരു ഭൂകമ്പമോ അല്ലെങ്കിൽ വലിയ പ്രളയമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ അടുത്തൊക്കെ കേരളത്തിൽ നമുക്കറിയാം ഒരു പ്രളയം, അങ്ങനെ പലതരം കാരണങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ കൊറോണ, ഇതേപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ഡെപ്പോസിറ്റും അവിടെ മുട്ടുമടക്കും. കാരണം അതിനപ്പുറത്തേക്ക് നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും എല്ലായിടത്തും നമുക്ക് ഉള്ളിൽ ബലം പകരുന്ന ഒരുവനുണ്ട്, അതാണ് നമ്മുടെ ദൈവം. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇൻറ്റേർണലായിട്ട് സ്ട്രെങ്ത്ത് തരാനായിട്ട് ഏത് സാഹചര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തൊക്കെ തന്നെയാണെങ്കിലും, ഇടുങ്ങിയ അവസ്ഥയാണ്, ഞെരങ്ങിയ അവസ്ഥയാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആ സാഹചര്യങ്ങളെ അതിശക്തമായിട്ട് നേരിടാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവമാണ്. ദൈവത്തിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ദൈവത്തിലാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കാനും അതനുസരിക്കാനും നമ്മൾ ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രയത്നിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് വസിക്കും. നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഏറ്റവും നല്ല ഡെപ്പോസിറ്റ് സ്കീമെന്ന് പറഞ്ഞാൽ അതാണ്, ദൈവത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്കറിയാം. നമുക്ക് ദാവീദിനെ അറിയാം. ദാവീദിൻ്റെ സങ്കീർത്തനം വായിക്കുമ്പോൾ ദാവീദിൽ പറയുന്നുണ്ട്, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും ഞാൻ ഭയമറിയുകയില്ല, എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയില്ല എന്ന് പറയുമ്പോൾ എത്ര വലിയ പ്രതിസന്ധി എൻ്റെ മുമ്പിൽ വന്നാലും, ഒരു സൈന്യം തന്നെ അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി തന്നെ എൻ്റെ മുമ്പിൽ വന്നു നിന്നാലും എൻ്റെ ഹൃദയം ഭയമറിയില്ല. അപ്പോൾ ആ വ്യക്തിക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് ആ മുമ്പിൽ വന്ന് നിൽക്കുന്ന വലിയ സൈന്യത്തെ അല്ലെങ്കിൽ വലിയ പ്രതികൂല സാഹചര്യത്തെ നേരിട്ട് മുമ്പോട്ട് പോകാനായിട്ട് മാനസികമായിട്ടും ആത്മീയമായിട്ടും അവന് സാധിക്കും. തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആ ഒരു കരുത്ത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കി വെക്കാൻ പറ്റിയ ആ ഒരു ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിലുള്ള നിക്ഷേപം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ആമേൻ.